ഷാമ്പു യൂസ് ചെയ്തതിനു ശേഷം 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൽ വെളുത്ത പൊടി പോലെ ഡാൻഡ്രഫ് കാണുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സിമ്പിൾ ആയൊരു ഡെയിലി റൊട്ടീനാണ്. മെജോറിറ്റി ആൾക്കാർ അറിയാത്ത കാര്യം എന്താണെന്ന് അറിയാം. ഹെയർ കെയർ എന്ന് പറയുന്നത് ഷാമ്പു മാത്രമല്ല, കണ്ടീഷണർ മാത്രമല്ല. ആക്ച്വലി ഹെയർ കെയർ എന്ന് പറയുന്നത് റൊട്ടീനാണ്. അതിന് നമുക്ക് ഈ ചെറിയ ഹാബിറ്റ്സ് ഡെയിലി ഫോളോ ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ഇത്തിരി മിനിറ്റ് മതി, പക്ഷേ ഇതിന്റെ റിസൾട്ട് വലുതായിരിക്കും. വീഡിയോ സ്റ്റാർട്ട് ആവാൻ മുമ്പായിട്ട് ഒരു കാര്യം എപ്പോഴും നീ മൈൻഡിൽ വെക്കണം. നിന്റെ സ്കാൽപ്പ് ഡ്രൈ ആണോ അല്ലെങ്കിൽ ഓയിലി ആണോ? അതുപോലെ തന്നെ കമന്റിൽ പറയാനും മറക്കരുത് നിന്റെ ഹെയർ സ്ട്രെയിറ്റ് ആണോ, കേളി ആണോ അല്ലെങ്കിൽ വേവി ആണോ? അടുത്ത വീഡിയോയിൽ നിന്റെ ഹെയർ ടൈപ്പിനനുസരിച്ച് എക്സാക്ട് ഷാമ്പു ഏത് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഷവറിന് മുമ്പേ തന്നെ ഷവർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് മുടിയൊക്കെ ഒന്ന് പതുക്കെ ഒതുക്കി വെക്കുന്നത് നല്ലതാണ്. എസ്പെഷ്യലി നീളം കൂടിയ മുടിയാണെങ്കിൽ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഷവറിൽ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ മുടി ഇങ്ങനെ വലിച്ചു പൊട്ടുന്നത് കുറയും. അതുപോലെ തന്നെ മുടി പൊഴിയുന്നതും കുറയും. അതുപോലെ തന്നെ നിന്റെ മുടി എപ്പോഴും തിക്കാണോ, കേളിയാണോ, അല്ലെങ്കിൽ എപ്പോഴും നിന്റെ മുടി ഡ്രൈ ആയിട്ടാണോ ഇരിക്കുന്നത് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഷവറിന് മുന്നേ 1-2 തുള്ളി ഓയിൽ എടുത്ത് മുടിയുടെ അറ്റത്തിലും ലെങ്ത്തിലും മാത്രം ഒന്ന് പതുക്കെ തേച്ച് കൊടുക്കുക. ഇതിന്റെ മെയിൻ കാര്യം സ്കാൽപ്പ് എല്ലാവരും തേക്കണ്ടേ. അതെന്താന്നല്ലേ? കാരണം ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ സ്കാൽപ്പ് ക്ലീൻ ആവുന്നതോടൊപ്പം തന്നെ അതിന്റെ ഒപ്പം കുറച്ച് നാച്ചുറൽ ഓയിൽ നമ്മുടെ പോകും. അതിന് മുന്നേ നമ്മളിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ മുടി ഓവർ ഡ്രൈ ആവുന്നത് കുറയും. അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിന്റെ സ്കാൽപ്പ് ഓൾറെഡി ഓയിലി ആണെങ്കിൽ ഫ്രീ ഓയിൽ വേണ്ട. അത് നമ്മുടെ മുടിയെ ഗ്രീസി ആക്കും. അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഡ്രൈ സ്കാൽപ്പ് ആണ്, അതുപോലെ തന്നെ വെളുത്ത പൊടി വീഴുന്ന ടൈപ്പ് ആണെങ്കിൽ ഷവറിൽ കയറുന്നതിന് മുമ്പ് ഒരു സ്കാൽപ്പ് ട്രീറ്റ്മെന്റ് നമുക്ക് ഇടാം. സാലിസിലിക് ആസിഡ് പോലുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രൊഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ട് മസാജ് ചെയ്താൽ മതി. അതും ഒരു 5 to 10 മിനിറ്റ്സ് മുമ്പ്. പിന്നെ വാഷ് ചെയ്ത് കളയാം. പക്ഷെ ഇത് ഡെയിലി വേണ്ട കേട്ടോ. നമുക്ക് ആഴ്ചയിൽ 1-2 തവണ മതി. സ്കാൽപ്പ് ചോപ്പാവുന്നു, അതുപോലെ തന്നെ നല്ല പൊള്ളുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നല്ല ഇച്ചിങ് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നതാണ് നല്ലത്. ഓക്കെ, നമുക്കിനി ഷവർ ടൈമിലേക്ക് പോകാം. വാട്ടർ ടെമ്പറേച്ചർ ഒക്കെ നമ്മൾ നോക്കണം. ഇളം ചൂടിൽ കുളിക്കുന്നതാണ് നല്ലത്. ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന സുഖമാണെങ്കിലും അത് നമ്മുടെ മുടിയിൽ എണ്ണ പോലെയുള്ള നാച്ചുറൽ പ്രൊട്ടക്ഷനെ കളയും. അത് മുടി കൂടുതൽ ഡ്രൈ ആക്കാൻ സാധ്യത കൂടുതലാണ്, പൊട്ടലും കൂടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതിനൊപ്പം നമ്മൾ പറയും മുടി കൊഴിയുന്നത് കൂടിയെന്ന്. ഇനി ഷാമ്പു. മുടി നന്നായി നനഞ്ഞതിന് ശേഷം ഷാമ്പു 1-2 തവണ കുറച്ചെടുത്താൽ മതി. മുടിയുടെ നീളം അനുസരിച്ച് എടുക്കുന്നത് കുറച്ചുകൂടി നന്നായി. ഫിംഗർ ടിപ്സ് കൊണ്ട് റൗണ്ട് പോലെ പതുക്കെ മസാജ് ചെയ്ത് തേച്ചാൽ മതി. നമ്മുടെ നഖം കൊണ്ട് ചൊറിയാൻ നിൽക്കരുത്. ആദ്യമൊക്കെ ഒരു സുഖം തോന്നാം, പക്ഷെ അത് സ്കാൽപ്പിൽ ചെറിയ മുറിവൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അത് ഇറിറ്റേഷൻ കൂടും, ഡാൻഡ്രഫ് ഒക്കെ കൂടി വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഷാമ്പു യൂസ് ചെയ്യേ വേണ്ട. സൾഫേറ്റ് ഫ്രീ ആയുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യാം. പക്ഷെ ഓണസ്റ്റ് ആയിട്ട് പറയാലോ, പ്രൊഡക്റ്റിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് നീ എങ്ങനെയാണ് സ്കാൽപ്പ് കഴുകുന്ന രീതി. ജെന്റിലായി നമ്മൾ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഷാമ്പു കഴിഞ്ഞു. ഇനി കണ്ടീഷണർ. ഇതാണ് നമ്മളിൽ പലരും സ്കിപ്പ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പറയും, എന്റെ മുടി ഭയങ്കര കട്ടിയായി തോന്നുന്നു. കണ്ടീഷണർ എടുത്തിട്ട് നമ്മുടെ മുടിയുടെ നടുക്കിൽ നിന്ന് മറ്റം വരെ മാത്രം തേച്ച് കൊടുക്കും. സ്കാൽപ്പിൽ വേണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയാം. അതുപോലെ തന്നെ നിന്റെ മുടി തിന്നാണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള കണ്ടീഷണർ മതി. അതുപോലെ തന്നെ തിക്കും കേളിയാണെങ്കിൽ കുറച്ച് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്ന കണ്ടീഷണർ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത് ചെയ്താൽ തന്നെ മുടി ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് എനിക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഷവർ കഴിഞ്ഞു. ഇനിയാണ് ബിഗ് മിസ്റ്റേക്ക്. മുടി നനഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ടവൽ എടുത്ത് വെറുതെ ഇങ്ങനെ ഉരയ്ക്കാൻ നിൽക്കരുത്. ആ സമയത്ത് മുടി വളരെ സോഫ്റ്റ് ആണ്, ഫ്രെജൈലുമാണ്. ഉരച്ചാൽ മുടി പൊട്ടൽ നന്നായിട്ട് കൂടും. മുടി പൊങ്ങിയും ചിതറിയും പോകാൻ ചാൻസ് നല്ല കൂടുതലാണ്. പിന്നെ നമ്മൾ വീണ്ടും പറയും മുടി നന്നായിട്ട് കൊഴിയുന്ന പോലെ ഉണ്ട്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. മുടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ കുറച്ച് നമ്മളിങ്ങനെ ഞെക്കി കളയാൻ പറ്റുമോ നോക്കുക. പിന്നെ ടവൽ കൊണ്ട് പതുക്കെ തട്ടി ഉണക്കാൻ പറ്റും. ഇതാണ് ഏറ്റവും നല്ലത്. സോഫ്റ്റ് ടവൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് മൈക്രോ ഫൈബർ തുണി ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാൻ സഹായിക്കും. മുടി ചെറിയ നനവുള്ള ടൈമിൽ ഒരു ഇത്തിരി ലിവിംഗ് കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞാൽ അത് മുടി മാനേജ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ബ്ലോ ഡ്രൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഹീറ്റ് പ്രൊട്ടക്ടർ. അതില്ലാതെ ഹെയർ ഡ്രൈ യൂസ് ചെയ്താൽ ഹീറ്റ് ഡയറക്റ്റ് ആയി നമ്മുടെ മുടി ഡാമേജ് ചെയ്യും. ഹീറ്റ് ഓൾവേസ് ലോ ടു മീഡിയം മതി. ഹൈ ഹീറ്റ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സെറ്റ് ആയ പോലെ തോന്നും, പക്ഷെ കുറച്ച് റൈസ് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഹെയർ ഡ്രൈ ആവും. ഒരു റഫ് ആയിട്ടുള്ള ഒരു ഫീൽ വരും. പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡ്രൈയർ നമ്മുടെ സ്കാൽപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാം. ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്, പക്ഷെ ലോങ് ടൈമിൽ നമ്മുടെ മുടി ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കും. പിന്നെ അതുപോലെ ഡെയിലി ബൈക്കിൽ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സൺഡസ്റ്റ് ഒരു റിയലി ഇഷ്യൂ ആണ്. അതുകൊണ്ട് ക്യാപ്പ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഇതൊക്കെ നമ്മുടെ ഹെയറിൽ നല്ല ഡിഫറൻസ് ഉണ്ടാകും. ഈവനിങ് ആകുമ്പോൾ നമ്മൾ പലരും വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് വരുമ്പോൾ സ്കാൽപ്പ് കുറച്ച് ഹെവി ആയിട്ട് ഫീൽ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഡെയിലി ഷാമ്പു ചെയ്താൽ ചിലരുടെ സ്കാൽപ്പ് ഓവർ ഡ്രൈ ആവും. പിന്നെ അത് ബോഡി കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഓവർ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓയിൽനെസ്സും പിന്നെ നമുക്ക് ചെറിയ ചൊറിച്ചിൽ വരാനും സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ വലിയ റൊട്ടീൻ പോലെ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊക്കെ ഡെയിലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 to 5 മിനിറ്റ്സ് ധാരാളം മതി. ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് മാക്സിമം നമുക്ക് 2 വീക്സ് ചെയ്ത് നോക്കുക. മുടി നല്ല ഹെൽത്തിയർ ആയിട്ട് ഫീൽ ആവുമെന്ന് എനിക്ക് അറിയാൻ പറ്റും. ലുക്കും ബെറ്റർ. ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത് നിന്റെ ഹെയർ ടൈപ്പ് ഏതാണ്. അതുപോലെ തന്നെ നിന്റെ സ്കാൽപ്പ് ഓയിലി ആണോ ഡ്രൈ ആണോ.